ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷം? സ്വന്തം കരുതുന്നു. ഇന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 3 ക്ലാസിക് ഫ്രാഗ്രൻസ് ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്ലാസിക് എന്ന് പറഞ്ഞാൽ അത് ഓവർ സ്പൈസി, വുഡി, സ്വീറ്റ് അങ്ങനത്തെ അല്ല. ഒരു ഫ്രഷ് വിത്ത് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിലും പക്ഷെ അത് ഫ്രഷ് ഫ്രാഗ്രൻസിനെ കൂടുതൽ ബാലൻസ് ചെയ്തിട്ടുള്ള 3 ക്ലാസിക് ആയിട്ടുള്ള 3 ഫ്രാഗ്രൻസ്, അതും അഫോർഡബിൾ എഡിഷൻ ഫ്രം റിഫ്സ്. ഓക്കെ, റിഫ്സിൻ്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 3 ക്ലാസിക് ഫ്രാഗ്രൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതാ ഈ 3 ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് മീ ഷാഹിദ്. വെൽക്കം ബാക്ക് ടു ഷാഹിദി സെൻ റിവ്യൂസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ നമുക്ക് റിഫ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നുസ്ക് എന്നുള്ള ബ്രാൻഡ്. ഈ നുസ്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഫവ. ഓക്കെ, റിഫ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നുസ്ക് എന്നുള്ള ബ്രാൻഡ്. ഇത് ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന നമ്മുടെ പേക്കോറ ബാൻഡ് പാന്തം എന്നൊരു പെർഫ്യൂം ഉണ്ട്. അതിൻ്റെ ഒരു ടേക്ക് ഓൺ ആണ്, അതിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഈ റിഫ്സൊക്കെ ഫുള്ള് ഇൻസ്പയർഡ് ഇറക്കുന്ന ഒരു ടീമാണ് എന്ന് വെച്ചാൽ വളരെ അഫോർഡബിളിൽ അതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഫ്രാഗ്രൻസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റിങ്ങും പ്രൊജക്ഷനൊന്നും നിങ്ങൾ ഭയങ്കര പ്രതീക്ഷിക്കരുത്. ഇത് 1000 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വളരെ അഫോർഡബിൾ സാധനമാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഓക്കെ, ഇത് പാക്കോറ ബാൻഡ് പാന്തം എന്നൊരു പെർഫ്യൂം ഉണ്ട്. ഞാൻ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പെർഫ്യൂമിൻ്റെ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ണൂരുള്ളൊരു ടീമിൻ്റെ വീഡിയോ, അവരുടെ സ്റ്റോറിൽ പോയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ആ പോയ സമയത്ത് അവരെനിക്ക് കോംപ്ലിമെൻ്ററി ഏത് പെർഫ്യൂം വേണ്ടത് ചോദിച്ചു. അന്ന് ഞാൻ ഫ്രഷ് ഫ്രാഗ്രൻസ് ഒക്കെ ഉപയോഗിച്ച് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ബിഫോർ 2 years ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ അവിടുന്ന് ഒരുപാട് സ്മെല്ല് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫ്രാഗ്രൻസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇറോസ്, അവർ ഇൻസ്പയർഡ് സാധനം മേക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇറോസിൻ്റെ സ്മെല്ലും, വെസാച്ചെ ഇറോസിൻ്റെ സ്മെല്ലും. അതുപോലെ രണ്ടാമത്തത് പേക്കോറ ബാൻഡ് പാന്തോ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അന്ന് ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ അടിച്ചിരുന്നു. കുറേ പേര് ചോദിച്ചിരുന്നു, അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തു ആ ഒരു ഫ്രാഗ്രൻസ്. ഓക്കെ, അപ്പോൾ പേക്കോറ ബാൻഡ് പാന്തോത്തിന് ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇത് നല്ലൊരു ക്ലാസിക് ഫ്രഷ്, ഒരു എർത്തി, ഒരു ഹെർബൽ ടൈപ്പ് ലാവൻഡറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതിൻ്റെ അറ്റമൈസർ നോക്കി നോക്കാം. നൈസ് അറ്റമൈസർ, നോട്ട് ബാഡ്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത്, ഇതിൽ റിഫ്സ് പറയുന്ന നോട്ട്സ് ലാവൻഡർ വരുന്നുണ്ട്, ലെമൺ വരുന്നുണ്ട്, ഒരു എർത്തി നോട്ട്, അതുപോലെ സ്മോക്കി, പച്ചോളി, വെറ്റിവർ, വെനില, ലാവൻഡർ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ. അത് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കട്ടും ലാവൻഡറിൻ്റെ പ്രസൻസ് ഒരു 50% അല്ലെങ്കിൽ ഒരു 40% ഇതിൽ ലാവൻഡറിൻ്റെ സ്മെല്ല് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു ഫ്രഷ് വരുന്നുണ്ട്, ലൈറ്റായിട്ടുള്ള വെനില വരുന്നുണ്ട്, വെറ്റിവർ വരുന്നുണ്ട്, അതുപോലെ ഒരു ലെമണിൻ്റെ ഫീലിംഗ് നല്ല കിട്ടുന്നുണ്ട്, സ്മോക്കി, പച്ചോളി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രൂട്ടി ക്ലാസിക് ടൈപ്പ് സാധനമാണ് ഇത്. എന്ന് വെച്ചാൽ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ആളുകളൊക്കെ, എന്ന് വെച്ചാൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് വിയർ ചെയ്യുകയാണെങ്കിൽ അവർ വിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ, പേക്കോറ ബാൻഡ് പാന്തം. അതിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള നമ്മുടെ നുസ്കിൻ്റെ ഫവ. ലാസ്റ്റിങ് ഞാൻ ഏകദേശം ഒരു 18 സ്പ്രേകൾ അടിച്ചിട്ടുണ്ട്. എനിക്കിട്ട് ലാസ്റ്റിങ് ഒരു 5 to 7 hours ഉള്ളിൽ നിങ്ങൾക്കത് ലാസ്റ്റിങ് പ്രതീക്ഷിക്കാം. നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യണം. പിന്നെ യുഎത്തെ ആ ഒരു കൊടുംചൂടത്തൊന്നും ഇത് ഞാൻ പറയുന്ന ലാസ്റ്റിങ് കിട്ടില്ല. ഒരു 2 hours ഒക്കെ നല്ല പ്രൊജക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നൈസ് വൺ. നിങ്ങൾക്കിത് ഓഫീസിൽ ഉപയോഗിക്കാം, അതുപോലെ കോളേജിൽ, ജിമ്മിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. അതുപോലെ സമ്മറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സാധനം. ഡെയിലി വെറൈറ്റി ഉപയോഗിക്കുക, നല്ല കോംപ്ലിമെൻറ്റ് കിട്ടും. കോംപ്ലിമെൻറ്റ് മസ്റ്റാണ് ഈ സ്മെല്ല്. കാരണം എല്ലാവരും ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഫ്രഷ് ലൈനപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസിൽ കുറച്ചും കൂടി യുണീക്ക് ആയിട്ടുള്ള വിത്ത് നല്ല ലാവൻഡറിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്, ഫ്രഷ്, അതുപോലെ ഒരു ഓറഞ്ച്, വെറ്റിവറി, ലാവൻഡറും ഒരു ഫ്രഷ് ഫ്രൂട്ടി ഫ്രാഗ്രൻസിൽ ലാവൻഡർ വന്നു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ അതിൽ എർത്തി, സ്മോക്കി വരുന്നുണ്ട്. ഫ്രഷ്, ലാവൻഡർ, സ്മോക്കി, ആ ഒരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ പച്ചോളി, വെറ്റിവർ, വേറെ ലെവലായിരിക്കും ആ ഒരു കോമ്പിനേഷൻ. ട്രൈ ദിസ് വൺ, ഫവ ഫ്രം റിഫ്സ്. ഓക്കെ, നൈസ് വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്മെല്ല്. ഐ ലവ് ഇറ്റ്. ദ സെക്കൻഡ് വൺ, റിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലോ. റിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലോ 100 ml വരുന്നുണ്ട്. 1500, 1300, ഏകദേശം 1500 താഴേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വെസാച്ചെ ഡയലം ബ്ലൂവിൻ്റെ, വെസാച്ചെ ഇറോസിൻ്റെ ഒരു അഫോർഡബിൾ ആൾട്ടർനേറ്റീവാണ് ദിസ് വൺ. ഓക്കെ, നല്ല അടിപൊളി സ്മെല്ലാട്ടത്. ഇതിന് സ്മെല്ല് വരുന്നത്, ഇതിൽ ഇവർ പറയുന്ന നോട്ട്സ് മിൻറ്റ്, ലെമണ്, ആപ്പിള്, ഗ്രേനിയം, വെറ്റിവർ, മോസ്, അതുപോലെ വെനില, ടോങ്ക, സെഡാറ്. ഇതാണ് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഇവർ പറയുന്നത്.
നമുക്കത് അടിച്ചാൽ ഫസ്റ്റിൽ കിട്ടുന്നത് ആ ഒരു മിൻറ്റിൻ്റെ സ്മെല്ല് നല്ല കിട്ടും. അതിലൊരു ഫ്രഷ് സാൾട്ടി ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ ഗ്രേനിയം, അതുപോലെ വെറ്റിവർ, വനില ഫ്രാഗ്രൻസും അത്ര എടുത്ത് കാണിക്കുന്നില്ല, വളരെ ലൈറ്റായിട്ട് വനില ഫീൽ ചെയ്യുന്നുള്ളൂ. അതിൽ ടോങ്കബീനും സെഡാറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഈ നോട്ട്സ് പറഞ്ഞാൽ മനസ്സിലാത്തവർക്ക് നിങ്ങളിത് അടിച്ചാൽ കിട്ടില്ല, നിങ്ങൾക്ക് നല്ലൊരു മിൻറ്റ് വിത്ത് സാൾട്ടി ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് എടുത്ത് കാണിക്കും. അതിൽ പിന്നെ ഒരു വെറ്റിവർ പോലത്തെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു ഫ്രഷ് വനില, അങ്ങനത്തെ ഒരു ക്ലാസിക് ഫ്രാഗ്രൻസ് ആണ്. ലാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 4 to 6 hours ലാസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല അപ്ലൈ ചെയ്തോളി. ഇതിൻ്റെ ആറ്റമൈസറൊക്കെ നോർമൽ ആറ്റമൈസറാണ്, ചെറിയ ക്വാണ്ടിറ്റി വരുന്നുള്ളൂ. നിങ്ങളൊരു 18 സ്പ്രേ അടിച്ചാലൊന്നും ഓവർ ക്വാണ്ടിറ്റി ഒന്നും ഇതിന് പോകില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീർന്നും പോകില്ല. ഓക്കെ, ഒരു 5 to 7 hours, ഒരു 4 to 6 hours ലാസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. ഇനി ഇൻഡോറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് സമ്മറിൽ ഉപയോഗിക്കാം, അതുപോലെ നൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും കൂടി ഒരു ഈവനിങ് ആ ഒരു വൈബ് ഉണ്ടാവുമല്ലോ. രാത്രി ആയിട്ടില്ല, പക്ഷെ പകലുമാണ്. ഈവനിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ജിമ്മിൽ ഉപയോഗിക്കാം, നോ ഇഷ്യൂ. സമ്മറിൽ ഉപയോഗിക്കാം, ഡെയിലി വെറൈറ്റി ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ ഒക്കേഷനിലും എനി ടൈം എനിവെയർ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂമാണ്. ഈ വിൻ്ററിൽ വല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നൈറ്റിൽ ക്ലബിങ്ങിൽ ഒരു ഡാർക്ക് മൂഡി ക്ലൈമറ്റിൽ, അതുപോലെ ഡേ ടൈമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വിൻ്ററിൽ അത്ര പ്രിഫറബിൾ അല്ല, കാരണം ഇത് ഫ്രഷ് ലൈനപ്പാണ് കൂടുതൽ വരുന്നത്. അങ്ങനത്തെ ഒരു നൈസ് ഫ്രാഗ്രൻസ് ആണ്. പ്രൊജക്ഷൻ ഒരു 1 to 2 hours ഉള്ളിൽ, ഒരു 1.5, 1.25, 2 മണിക്കൂറിനുള്ളിലൊക്കെ പ്രൊജക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. സൂപ്പർ അഫോർഡബിളാണ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ പ്രൈവ് പ്ലാറ്റിനം ഫ്രം റിഫ്സ്. റിഫ്സിൻ്റെ ഈ ഒരു സീരീസിൽ വരുന്ന, ഈ സീരീസിൽ 3-4 വരുന്നുണ്ട്. ഇത് പ്രൈവ് പ്ലാറ്റിനം. ഓക്കെ, സിൽവർ കളർ. ഇത് നമ്മുടെ ക്രീഡിൻ്റെ സിൽവർ മൗണ്ടി വാട്ടർ ഉണ്ട്, അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. എന്ന് വെച്ചാൽ നല്ലൊരു സിട്രസി ഫ്രൂട്ടി ക്ലാസിക് ടൈപ്പ്, വളരെ അഫോർഡബിളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാട്ടോ. ഓക്കെ, ഒക്കെ ആറ്റമൈസർ നോട്ട് ബാഡ്. സ്മോൾ എമൗണ്ട് വരുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റി അടിക്കാൻ പറ്റും. ഇതിൻ്റെ സ്മെല്ല് വരുന്നത് ബെർഗമോട്ട്, മാൻഡ്രീൻ, ഗ്രീൻ ടീൻ്റെ ലീഫ്, ബ്ലാക്ക് കറണ്ട്, സാൻഡൽവുഡ്, പച്ചോളി, സെഡാറ്, ആംബർ, ഇതാണ് സ്മെല്ല് വരുന്നത്. ഈ നോട്ട്സ് പറഞ്ഞാൽ മനസ്സിലാത്തവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫീലിങ് നല്ല ഒരു സിട്രസി മാൻഡ്രിൻ, മസ്കി മാൻഡ്രിൻ ടൈപ്പ് ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ കിട്ടൽ. പിന്നെ ബ്ലാക്ക് കറണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഉണ്ടാവാം. പിന്നെ ഗ്രീൻ ടീൻ്റെ ലീഫ് എന്ന് വെച്ചാൽ ഇമാജിനേഷനിലൊക്കെ ഉള്ള അതിൻ്റെ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൽ നല്ല സാൻഡൽവുഡ് വിത്ത് പച്ചോളി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സാൻഡൽവുഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടും. ഓക്കെ, അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. എന്ന് വെച്ചാൽ നല്ലൊരു സിട്രസി, നല്ലൊരു ലെമൺ വിത്ത് സിട്രസി ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. അതും ക്ലാസിക് ലൈനപ്പിൽ, ക്ലാസിക് ലെവലിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ലാസ്റ്റിംഗ് 4 to 6 hours ലാസ്റ്റിംഗ് കിട്ടും. ഓവർ ക്വാണ്ടിറ്റി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 6 to 8 hours ലാസ്റ്റിംഗ് കിട്ടും. പ്രൊജക്ഷൻ 2 hours ഉള്ളിൽ പ്രൊജക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അഫോർഡബിൾ സാധനം കേട്ടോ, വളരെ അഫോർഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിനുള്ള ഒരു റിവ്യൂ ഇതാ നമ്മളിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള 3 പെർഫ്യൂമാണ്. നുസ്കിൻ്റെ ഫവ്വ, ഇമ്പീരിയൽ ബ്ലൂ, പ്രൈവ് പ്ലാറ്റിനം ഫ്രം റിഫ്സ്. ഈ 3 ഫ്രാഗ്രൻസ് വളരെ അഫോർഡബിളിൽ നിങ്ങൾക്കൊരു ക്ലാസിക് ഫ്രഷ് ഫ്രൂട്ടി ലെവൽ വരുന്ന ഒരു 3 ക്ലാസിക് ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. ട്രൈ ദിസ് വൺ.